കോതമംഗലം കുട്ടമ്പുഴയിലാണ് യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. ക്രാച്ചേരി സ്വദേശിയായ എൽദോസ് ആണ് മരിച്ചത്. ഇപ്പോൾ നമ്മളോടൊപ്പം കുട്ടമ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ശ്രീമതി മേരിയ കുര്യാക്കോസ് കൂടി ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പറയും. ശ്രീമതി മേരിയ കുര്യാക്കോസ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? താങ്കൾക്ക് ആ പ്രദേശത്തേക്ക് എത്താൻ പറ്റിയിരുന്നു? അവിടെയുള്ളവരൊക്കെ എന്താണ് പറയുന്നത്? ഇത് മാഡം, ഇത് കുട്ടമ്പുഴ പഞ്ചായത്ത് 12-ാം വാർഡ് പെണൂർക്കുടിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. അവിടേക്ക് യാത്ര ചെയ്ത് ബസ്സിന് പോയ ഒരു പയ്യൻ ബസ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ക്ലാച്ചേരി അമ്പലത്തിന്റെ ആ ഭാഗത്ത് വെച്ചാണ് സംഭവം നടന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിപ്പോ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇത് സമാനമായ ഒരു സംഭവം പെണൂർക്കുടി സിറ്റിക്ക് അടുത്ത് തന്നെ കുളിക്കാനായി പോയ ഒരു ആൾക്കും ഇതുപോലെ തന്നെ സംഭവം ഉണ്ടായതാണ്. ആണ് ചവിട്ടി കൊന്നതാണ്. പല പ്രാവശ്യമായി ഇതിന് പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ആ ചവിട്ടിക്കൊള്ളുന്ന സംഭവങ്ങൾ തുടരെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഈ പയ്യൻ മരിച്ചിട്ട് ഇപ്പൊ ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ ഫോറസ്റ്റുകാർ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള നാട്ടുകാരും അങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിയില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സംഭവം ഉണ്ടായ, അതായത് ഈ ആക്രമണം ഉണ്ടായി ഇദ്ദേഹം അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ നാട്ടുകാർക്ക് എത്താൻ സാധിച്ചിരുന്നു? അതോ കാട്ടാന അടുത്ത് തന്നെ നാട്ടുകാർക്ക് അങ്ങനെ ഓടിയെത്താൻ പറ്റില്ലല്ലോ. കാരണം ആന അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഓടിയെത്താൻ പറ്റത്തില്ല. നടന്നോ ബൈക്കിനോ പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ജീപ്പ് വിളിച്ചിട്ടാണ് ഈ പോകുന്നത്. ഈ റോഡിൽ തന്നെ നിൽക്കുകയായിരുന്നു ആന? അതെ, അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ആയതുകൊണ്ടാണല്ലോ നടന്നു പോയപ്പോൾ സംഭവിച്ചത്. എൽദോസ് എന്ന് പറയുന്ന ഒരു പയ്യനാണ്. വയസ്സ് എനിക്ക് കറക്റ്റ് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതെ, എൽദോസ് എന്നാണ് പേര് ലഭിച്ചിരിക്കുന്നത്. അതെ. ശരി, വളരെയധികം നന്ദി ശ്രീമതി മേരിയ കുര്യാക്കോസ് സംസാരിച്ചതിന്.